നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്ക് വേണ്ട അശ്വതി ചേച്ചി. കാക്കുത്തി, ഞാൻ പറഞ്ഞില്ലേ വണ്ടിയുടെ കാര്യം മറന്നുകളെ. നീ ആ ചായ വാങ്ങി കുടിക്കും. കാക്കുത്തി ഒന്നും പറയണ്ട, ഇങ്ങനെ തന്നെ കുടിക്ക്. കകുതി ചായ കുടിക്ക്. കുടിക്ക്. ചാരു, വണ്ടി കത്തിപ്പോയതിൽ സങ്കടം ഉണ്ടാവും. എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ. നമ്മൾ ഈ ന്യൂസിലൊക്കെ കാണാറില്ലേ, ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് തീ പിടിച്ചു എന്നൊക്കെ. ആ വണ്ടിയും അവരുടെ സ്വപ്നത്തിന്റെ ഭാഗമായിരിക്കില്ലേ. ചാരു വിഷമിക്കണ്ട, ചായ കുടിക്കേ. അമ്മേ, ദാ നോക്ക്. മോളെ, ഇവിടെ അടുത്ത് വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ആകാശിനെയും ചാരുവിനെയും കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. മിസ്സസ് ആകാശ്, എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ഹാപ്പി അല്ലേ? അവള് ഹാപ്പിയാ. അവക്കിവിടെ ഒരു കുറവുമില്ലല്ലോ അല്ലേ? യെസ്, അങ്ങനെ വേണം. ഈ ഹാപ്പിനെസ് എന്നും വേണം. അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. മാഡത്തിന് നല്ല മനസ്സാ, അതുകൊണ്ട് പ്രാർത്ഥിച്ചാ ഫലിക്കും. അയ്യോ, ഞാൻ മറന്നു. ഇവിടേക്ക് വരുമ്പോ വെറും കൈയോടെ വരാൻ പറ്റില്ലല്ലോ. സ്വീറ്റ്സാ. ഹാപ്പി ആയിരിക്കുന്നവർക്ക് അല്പം മധുരം കൂടി കിട്ടിയാ നല്ലതല്ലേ? ഇങ്ങ തന്നേക്കും മോളെ, ഞാനിവിടെ എല്ലാവർക്കും കൊടുത്തോളാം. ആകാശനും ചാരുവിനും കൊടുക്കാൻ മറക്കല്ലേ? ഏയ്, മറക്കാനോ? ഞാനോ? ഇല്ല. ഈ ചീഫ് എഞ്ചിനീയർക്ക് സ്വീറ്റ്സ് കൊണ്ടുവരാൻ തോന്നിയുള്ളൂ. ഷുഗറുള്ള എനിക്ക് എങ്ങനെ മധുരം കഴിക്കാൻ പറ്റും? കഴിക്കാന്ന് ചോദിച്ചാൽ അച്ഛ കൂട്ടി സമ്മതിക്കത്തുമില്ല. മാഡത്തിന് വല്ല പൊറോട്ടയോ ചിക്കൻ കറിയോ കൊണ്ടുവരാമായിരുന്നു. ഈ ദിവസം രണ്ടാൾക്കും മറക്കാൻ പറ്റാത്തൊരു സർപ്രൈസ് ഞാൻ തന്നില്ലേ? തീർന്നില്ല, സർപ്രൈസുകൾ ഇനിയും ബാക്കിയുണ്ട്. മോൾ ഈ നാട്ടിൽ വന്ന് ജോയിൻ ചെയ്തതിനു ശേഷം നാടാകെ മാറിയെന്ന എല്ലാരും പറയുന്നേ. അല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, ഞാൻ സത്യം പറയാറുള്ളൂ. മോളെ മുന്നിൽ നിർത്തി പുകഴ്ത്തിയതൊന്നുമല്ല. മോളെ പോലൊരു പെൺകുട്ടി എനിക്ക് മരുമകളായിട്ട് വന്നിരുന്നെങ്കിൽ എന്തൊരു അഭിമാനമായിരുന്നു. അതിനുള്ള യോഗമൊന്നും എനിക്കില്ല. മുജന്മ പാപമായിരിക്കും അല്ലേടാ? എന്ത് പറയാന്. അമ്മ, ഒരാളെ കുറിച്ച് നല്ലത് പറയുന്നതൊക്കെ കൊള്ളാം, അത് മറ്റൊരാളെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടാവരുത്. ആണോ? ഓ, ചീഫ് എഞ്ചിനീയർ മാഡം ഈ നാട് നന്നാക്കുന്നുണ്ടാവും, അത് ജോലി. എന്റെ ചാരു ചേച്ചി ഈ കുടുംബത്തിന്റെ വിളക്കാ. ഒരാളെ മറ്റൊരാളുമായി കമ്പയർ ചെയ്യരുത്. പൊടിയെടുത്ത്. മാഡം, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? യെസ്, കറക്റ്റ്. അമ്മ കേട്ടില്ലേ മാഡം പറഞ്ഞത്? മതി, നിർത്ത്.
മാഡത്തിന് ചായയോ കോഫിയോ കൊടുക്ക്. ചെല്ല്. നോക്കി നിക്കല്ലേ ഇങ്ങനെ ചുമ്മാ. ആന്റി ഒരു മിനിറ്റ്. ആകാശ് ഓഫീസിൽ വെച്ച് ചാരുവിന്റെ കൈപ്പുണ്യത്തെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ആകാശിന്റെ വൈഫ് ഉണ്ടാക്കിയ കോഫി കുടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിനെന്താ, ചീഫ് എഞ്ചിനീയർക്ക് ഒരു കോഫിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാ ഇവക്കതൊരു പെരുമയല്ലേ? നീ എന്താ കേട്ടോണ്ട് നിക്കുന്നേ? പോയി ചീഫ് എഞ്ചിനീയർക്ക് ഒരു കോഫി ഇട്ടോണ്ട് വാ. എടി നിന്നോടല്ലേ പറഞ്ഞത്, കേട്ടില്ലേ? ആകാശിന്റെ ഭാര്യ കോഫി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു പഠിക്കണമെന്നുണ്ട് എനിക്ക്. അതിനെന്താ, മോളകത്തോട്ട് ചെല്ല്. ചെല്ല്. അടുക്കളയിലേക്ക് ചെന്നോ? നമ്മുടെ വീടല്ലേ? അത് തന്നെ. ചാരുവിന് ഇവിടെ ഭയങ്കര സന്തോഷാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഹാപ്പിയായി. അയ്യോ എന്താ ചാരു, നീ എന്നെ നോക്കിക്കൊല്ലോ? എന്തു പറ്റി? നടക്കാൻ പാടില്ലാത്തത് വല്ലതും നടന്നോ? നടന്നു. ആണോ? അതെന്താ? നീ ഇപ്പൊ ഇവിടെ കേറി വന്നില്ലേ, അത് തന്നെ. ഓ, ആകാശിനോടും ചാരുവിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്നത്. ചാരുവിനോട് സംസാരിച്ചിരിക്കാന്ന് വിചാരിച്ചു. ചാരുവിന്റെ കോഫി കുടിച്ചു കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പുറത്തു പോവാം. ഞാനില്ല. കണ്ടവരുടെ കൂടെ ചുറ്റിക്കറങ്ങുന്നൊന്നും എനിക്കിഷ്ടമല്ല. കണ്ടവരുടെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കേറാൻ നിനക്ക് അല്ലേ? നിന്നോട് എനിക്ക് എന്ത് ഇഷ്ടമെന്ന് അറിയോ ചാരു? അതുകൊണ്ടല്ലേ നിനക്ക് എപ്പോഴും സർപ്രൈസ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നും തന്നില്ലേ ഒരെണ്ണം?